നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. ലഹരി കടത്തെന്ന സംശയം. 4-അംഗ സംഘത്തെ പിന്തുടർന്നെത്തിയ പോലീസ് ചാവക്കാട് പാലത്തിന് മുകളിൽ വെച്ച് വാഹനം തടഞ്ഞു. സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ കനോലി കനാലിലേക്ക് ചാടി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ പോലീസ് പിടികൂടി. രാവിലെ 7:30ഓടെയാണ് സംഭവം. ഒഡീഷയിൽ നിന്നും 4-അംഗ സംഘം കാറിൽ ലഹരി കടത്തുന്നുവെന്ന് രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസാഫ് സംഘം നടത്തിയ പരിശോധനയിൽ വാഹനം കണ്ടെത്തി. പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ സംഘം ചാവക്കാട് മുല്ലത്തറയിൽ ബൈക്കുകാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ചാവക്കാട് പാലത്തിനു മുകളിൽ വെച്ച് പോലീസ് ഇവരെ വളഞ്ഞു. ഇതോടെ വാഹനത്തിൽ നിന്നിറങ്ങി ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കനോലി കനാലിലേക്ക് ചാടിയ ആളെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം മറ്റു 2 പേർ പാലത്തിന്റെ കൈവരിയിലൂടെ രക്ഷപ്പെട്ടു. ഒരാളെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടി. എന്നാൽ 2 പേർ കനോലി കനാലിൽ ചാടി എന്ന സംശയത്തിൽ ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തി. 3 പേർ തൃശൂർ സ്വദേശികളും ഒരാൾ കൊല്ലം സ്വദേശിയുമാണ്. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒഡീഷ രജിസ്ട്രേഷനിലുള്ള കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദ്വാദശി പണ സമർപ്പണം നടന്നു. ദ്വാദശി പാരായണം, ദ്വാദശി പണം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ശേഷം നടന്ന ദ്വാദശിയൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായി. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർ ദ്വാദശി ദിനത്തിൽ തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുവാനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് റവന്യൂ ഇൻസ്പെക്ടർമാരായ PB ബിജു, A രഞ്ജിനി, ദേവസ്വം ബോർഡ് തിരുവില്ലാമല ഗ്രൂപ്പ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളത്ത് പിണ്ടിപ്പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. 2026 ജനുവരി 5, 6 തീയതികളിലായാണ് ഇത്തവണത്തെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പിണ്ടിപ്പെരുന്നാൾ നടത്തിപ്പിനായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിക്കാൻ യോഗം തീരുമാനിച്ചു. ജനുവരി 5-ന് പെരുന്നാൾ ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നഗരസഭ പരിധിയിലെ തന്ത്രപ്രധാനമായ 5 കേന്ദ്രങ്ങളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കവാടങ്ങൾ സ്ഥാപിക്കും. കുന്നംകുളം പിണ്ടിപ്പെരുന്നാളിന്റെ പെരുമ കേരളമൊട്ടാകെ എത്തിക്കുന്ന രീതിയിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങൾക്കിടയിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും. ക്രമസമാധാന പാലനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. യോഗത്തിൽ വൈസ് ചെയർമാൻ PJ ജയപ്രകാശ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KA സോമൻ, മിനി മോൺസി, ഗീതാ ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. വിവിധ ദേവാലയങ്ങളിലെ വികാരിമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പെരുന്നാൾ ദിനങ്ങളിൽ നഗരത്തിലെ ശുചിത്വ പരിപാലനം, തെരുവു വിളക്കുകളുടെ പ്രവർത്തനം എന്നിവ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനമെടുത്തു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ 15ാമത് മെഗാ ബൈബിൾ ക്വിസ് ഫലം പ്രഖ്യാപിച്ചു. ഡിസംബർ 27 ശനിയാഴ്ച വൈകിട്ട് 4-ന് നടന്ന മെഗാ ബൈബിൾ ക്വിസിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഓൺലൈനായി പങ്കെടുത്തു. വിജയികൾക്ക് യഥാക്രമം 20,000, 15,000, 10,000 രൂപ വീതം ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും. 2026 ഫെബ്രുവരി 1-ന് നടക്കുന്ന UPF 44ാമത് വാർഷിക കൺവെൻഷനിൽ വെച്ച് നൽകും. ക്വിസ് ഓൺലൈൻ സംവിധാനം ബ്രദർ വിപിൻ CB നിയന്ത്രിച്ചു. ചീഫ് എക്സാമിനർ പാസ്റ്റർ പ്രതീഷ് ജോസഫ്, രജിസ്ട്രാർ പാസ്റ്റർ ഷിൻഡോസ് KM, ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകും. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ ലാസറിന്റെയും വിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. 2026 ജനുവരി 1, 2, 3, 4 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അവിൽ, മലർ, കൽക്കണ്ടം, ഉണക്കമുന്തിരി എന്നിവ ചേർത്താണ് 10,000-ഓളം നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. വഴിപാടിനായി അരി പാക്കറ്റുകളും അവിൽ പാക്കറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച പാക്കറ്റുകൾ ആശീർവദിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ സോണി തോമസ്, കൈക്കാരന്മാരായ ജോസി ചുങ്കത്ത്, അലക്സ് ചീരൻ, മനീഷ് സുരേഷ്, നേർച്ച കമ്മിറ്റി കൺവീനർ ജെയ്സൺ നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷിക പൊതുയോഗത്തിനോടനുബന്ധിച്ച് ഗുരുതര രോഗാവസ്ഥയിലുള്ളവർക്ക് ധനസഹായം നൽകി. കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് 100ഓളം രോഗികൾക്ക് സഹായം നൽകിയത്. ഗ്രാമി അവാർഡ് ജേതാവ് വയലിനിസ്റ്റ് മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജന്മദിനം ആഘോഷിക്കുന്ന കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമ്മലിനെ യോഗത്തിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, വർഗീസ് തരകൻ, പ്രിൻസ് തോമസ്, PP യേശുദാസ്,
അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധികളെ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാൻസിസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മഹിളാ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള സ്മിത മുരളി, ജില്ലാ സെക്രട്ടറി വിജിനി ഗോപി, ഷെർഫു പന്നിത്തടം, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് മഹിളാ കോൺഗ്രസ് താൽക്കാലിക മണ്ഡലം പ്രസിഡന്റായി സൈനി ടീച്ചറെ ചുമതലയേൽപ്പിച്ചു. തുടർന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റിയതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. ചാവക്കാട് പുതിയ പാലത്തിന് സമീപമുള്ള വോൾഗ ഗ്രൗണ്ടിൽ ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് കായിക പ്രേമികൾക്കായി ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുനിസിപ്പൽ ചെയർമാൻ AH അക്ബറിന് പാർട്ടി പ്രതിനിധികൾ നിവേദനം നൽകി. ചാവക്കാട് നിവാസികളുടെ ദീർഘകാല സ്വപ്നമായ സ്റ്റേഡിയത്തിന് വോൾഗ ഗ്രൗണ്ടാണ് ഏറ്റവും അനുയോജ്യമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീദ് TM, ചാവക്കാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് കുന്നത്ത് തുടങ്ങിയവരാണ് നിവേദനം നൽകിയത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നിറവ് 2025ന്റെ ഭാഗമായി കാട്ടകമ്പൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പാടശേഖര സമിതി നടത്തുന്ന കോൾപ്പാടങ്ങൾ സന്ദർശിച്ച് ഞാറ് നട്ടു. വാർഡ് മെമ്പർ TS മണികണ്ഠൻ നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ് കൊളന്നൂർ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സൈക്കിൾ യാത്രാ വാരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ ഓട്ട മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7-ന് മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മത്സരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. 10 കിലോമീറ്റർ ചുറ്റി മമ്മിയൂരിൽ തന്നെ സമാപിക്കും. 18 കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 94 46 42 40 93 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരൂരിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 5-ന് മഞ്ജുളാൽ പരിസരത്ത് സ്വീകരണം നൽകും. ഭാരവാഹികളായ ഡോക്ടർ PA രാധാകൃഷ്ണൻ, രവി ചങ്കത്ത്, P. ശിവദാസൻ, PI സൈമൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അൻസാർ വിമൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 7 ദിവസത്തെ പ്രത്യേക ക്യാമ്പിന് കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തുടക്കമായി. സഹയാത്ര എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അൽ സെൽഫ് ബിഫോർ സർവീസ് എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റുകളായ സഹല PS, റൈസ്ബാന റഹിമാൻ എന്നിവർ ക്ലാസ് എടുത്തു. വിജ്ഞാന കേരളം സർവേ ഓറിയന്റേഷൻ എന്ന വിഷയത്തിൽ മുഹമ്മദ് ഷാഹിദ് PM ക്ലാസ് നയിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡംഗം അഫ്സലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെ വോളണ്ടിയർമാർ വീടുതോറുമെത്തി വിവരശേഖരണം നടത്തി. തുടർന്ന് വടക്കേക്കോട്ടൂർ ഗ്രാമീണ വായനശാലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ അഷിത M, വോളണ്ടിയർമാരായ ഹന്ന, ഹിബ, ഷെറിൻ എന്നിവർ സംസാരിച്ചു. ചരമം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കുനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അധ്യാപികയുമായിരുന്ന തരകൻ പട്ടാത്തയിൽ ആന്റണിയുടെ ഭാര്യ NP മേരി ടീച്ചർ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ചാക്കുണ്ണി, പരേതനായ പോളി, ബാബുദാസ്, ബാബുരാജ് എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.